എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മോട്ടിവേഷനെ കുറിച്ചുള്ളതാണ്. പ്രധാനമായും മോട്ടിവേഷൻ രണ്ട് രീതിയിലാണ് മനുഷ്യരെ ബാധിക്കുന്നത്, സഹായിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്. ഒന്നാമത്തത് പോസിറ്റീവ് മോട്ടിവേഷൻ, രണ്ടാമത്തത് നെഗറ്റീവ് മോട്ടിവേഷൻ. പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മോട്ടിവേഷൻ പ്രധാനമായിട്ടും നമ്മളെ ഉയർത്തും. അതായത് ഒരാൾ നമ്മളോട് പറയാണ്, നിനക്ക് സാധിക്കും, നീ മിടുക്കനാണ്, നീ നേടിയിരിക്കും എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എനർജി ഇല്ലേ, അതാണ് പോസിറ്റീവ് മോട്ടിവേഷൻ. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ, നിനക്ക് എന്തറിയാം, നീ ഒന്നും ശരിയാവത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ഉള്ള എനർജി പോവുകയല്ലേ ചെയ്യുന്നത്. അതാണ് നെഗറ്റീവ് മോട്ടിവേഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ആ വെള്ളത്തിനോട് പറയുകയാണ്, നീ വളരെ സ്നേഹമുള്ളവനാണ്, നീ വളരെ നല്ലതാണ്, നീ എല്ലാവർക്കും ജീവജലം പ്രദാനം ചെയ്യുന്നു, ജീവൻ്റെ ഉറവിടം നിന്നിലാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നീ വളരെ മനോഹരമാണ് എന്നൊക്കെ നമ്മൾ വെള്ളത്തിനോട് പറഞ്ഞിട്ട് ആ വെള്ളം മാറ്റി വയ്ക്കുക. വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, നിന്നെ എനിക്കിഷ്ടമല്ല, നിന്നെ കൊള്ളത്തില്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നിനക്കൊരു ഭംഗിയുമില്ല, നീ ആളുകളെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതും മാറ്റി വയ്ക്കുക. ഒരാഴ്ച ഇത് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ജലം എടുത്ത് നോക്കൂ. ആ മോശം വാക്കുകൾ പറഞ്ഞ ഗ്ലാസ്സിലെ വെള്ളം ചീത്ത സ്മെല്ലോട് കൂടി ഇരിക്കുന്നുണ്ടാവും. മറ്റേതോ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്താണ് ഇതിനർത്ഥം? നമ്മൾ ആരോടോ എന്ത് നല്ല വാക്കുകളാണോ പറയുന്നത് അതനുസരിച്ച് ഏത് വസ്തുവായാലും, സചേതനമാവട്ടെ അചേതനമാവട്ടെ, ആ വസ്തുവിന് മാറ്റമുണ്ടാവും. അതേസമയം മോശം വാക്കുകളാണ് നമ്മൾ പറയുന്നതെങ്കിലോ അത് നശിച്ചു പോകും. ഇത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 90% വാട്ടറാണല്ലേ, ജലമാണല്ലേ. അപ്പം നമ്മളോട് ഇത് ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റും ഇതുപോലെ തന്നെയായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്റ്റേണൽ മോട്ടിവേഷനെ കുറിച്ചാണ്. എന്താണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ? നമ്മുടെ പേരൻസോ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അതിന് പക്ഷേ ഒരു പരിധി ഉണ്ടായിരിക്കും. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഏശത്തില്ല. ഒരു ആരംഭശൂരത്വം അല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മളെ ഏശം, കുറച്ച് നാൾ നമ്മൾ പഠിക്കും, പക്ഷേ അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോകും, അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ മടി പിടിക്കും. അതേസമയം ഇൻറ്റേർണൽ മോട്ടിവേഷൻ, സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ആണെങ്കിൽ നമുക്കത് എന്നും നിലനിൽക്കും. അതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നായ ഫയർ അല്ലേ, അതൊരു പാഷൻ, അതൊരു തീ കത്തുന്ന പോലെയാണല്ലേ, നമുക്കെപ്പോഴും എനർജി തന്നുകൊണ്ടിരിക്കും. അതാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ. ഉദാഹരണം നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ, APJ അബ്ദുൽ കലാം, മേരി കോം, അവരാരും പുറത്തുനിന്നുള്ള ഒരു ഉള്ളിലെ ഫയറിൽ നിന്നാണ് അവരെല്ലാം വിജയിച്ചു വന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഓട്ടോ സജഷനെ കുറിച്ചാണ്. നമ്മൾ സ്വയം പറയുക, എനിക്ക് സാധിക്കും, ഞാൻ നേടിയിരിക്കും. നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 പ്രാവശ്യം എന്താണോ നമുക്ക് വേണ്ടത് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതൊരു 21 ദിവസം ആവർത്തിച്ചാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിലാണോ 10,000 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ അത് സ്വാഭാവികമായിട്ടും അത് അനുഭവിച്ചവരാണത് പറഞ്ഞിരിക്കുന്നത്. IAS കോച്ചിങ്ങിൽ പങ്കെടുത്തവർ, IASന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തവർ, അവർ ഇത്ര മണിക്കൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്കത് നേടിയതായിട്ട്, അവർക്ക് കിട്ടിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മെൻ്റൽ പിക്ചർ. നമ്മളൊരു കാര്യം നേടുന്നതായിട്ട്, നമുക്ക് ലഭിച്ചതായിട്ട് നമ്മൾ കാണുക, ദിവസവും അത് കാണുക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ചിത്രരൂപത്തിലാണ് കാണേണ്ടത്. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് പാറ്റേൺസ് ആയിട്ടാണ് മനസ്സിലിത് പതിയുന്നത്. പാറ്റേൺസിൻ്റെ രൂപത്തിലാണിത് പ്രപഞ്ചത്തിലേക്ക് പോകേണ്ടത്. പ്രപഞ്ചത്തിന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളുടെയും പാറ്റേൺസിൻ്റെയും ഭാഷയാണ്. അപ്പോൾ നമ്മൾ അത് മെൻ്റൽ പിക്ചറായിട്ട് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വിട്ടാൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ലഭിച്ചിരിക്കും, വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നമുക്ക് തന്ന ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയുക.
നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ നന്ദി പറയുക, നമ്മുടെ ഗുരുക്കന്മാരോട് നമ്മൾ നന്ദി പറയുക, എത്രയും ഉപരിയായിട്ട് നമ്മുടെ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുക. അല്ലേ, നമ്മളിവിടെ എടുക്കുന്ന ഓരോ ശ്വാസം, നമുക്ക് കിട്ടുന്ന ജലം, നമുക്ക് കിട്ടുന്ന ഭൂമി, വായു, അല്ലേ, ഈ പച്ചില പടർപ്പുകൾ, ശ്വാസം, ഓക്സിജൻ, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ഓരോന്നിനോടും എത്രമാത്രം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പോരാഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ കണ്ണിനോട്, മൂക്കിനോട്, കൈകളോട്, കാലുകളോട്, ഓരോ അവയവത്തിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ സ്കൂളിനോട്, നമ്മുടെ കോളേജിനോട്, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരോടും, എത്രയോ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഉടുപ്പ് നമ്മൾ തുന്നി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങിക്കുന്നതെന്ന്. അല്ല, എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, എത്രയോ പേര് ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ആ ഷർട്ട് ഇടാൻ സാധിച്ചത്, അല്ലെങ്കിൽ ആ ഉടുപ്പ് ധരിക്കാൻ സാധിച്ചത്. ഒരു ചായ കുടിക്കണമെങ്കിൽ തന്നെ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു ചായ നമ്മളിൽ എത്തിച്ചേരുന്നതല്ലേ. നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ചായ, നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നൊരു ചായ, അതിൽ തേയില, ഏതോ ഒരു തേയിലത്തോട്ടത്തിൽ വളർന്നൊരു തേയില ചെടിയിൽ നിന്നുണ്ടായ തേയിലയാണ്.